ഇപ്പോ അന്തം കമ്മികൾ വരും കേട്ടാ. ഢാ പിണറായി ഢാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ വിഷയം എന്നറിയാം. ഒരു വർഗീയ വിഷം തുപ്പി നടന്ന ഒരു തെമ്മാടി ഉണ്ട്, ഒരു നായിക്കാട്ടോ. മുസ്ലിങ്ങളൊക്കെ ഭീകരവാദികളാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ, ഇങ്ങനെ പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയ ഒരു നാണം കെട്ടവേ. ആ നാണം കെട്ടവനെ സ്വമേധിയാ കേസെടുക്കേണ്ട വകുപ്പുള്ളൊരു രാജ്യം നമ്മുടെ രാജ്യം. എന്നിട്ട് പോലും കേസോ കാര്യങ്ങളോ ഈ പറഞ്ഞിട്ട് 48 മണിക്കൂർ ഏകദേശം ആകുമ്പോഴും പോലും എടുത്തിട്ടില്ല. കാരണം എന്താ അറിയോ, ആ പുള്ളിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ഗവൺമെന്റും നിയമവിദഗ്ധരും ഒക്കെ കൂടി ചർച്ച ചെയ്തിട്ടുണ്ടാവും. ഇതിനൊക്കെ എങ്ങനെയെങ്കിലും കേസെടുക്കാതിരിക്കേണ്ട വകുപ്പുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു വകുപ്പിൽ എന്തായാലും കേസെടുത്തേ പറ്റൂ എന്നുള്ളൊരു ബോധ്യം അവർക്ക് ഉണ്ടായി. അതിനപ്പുറത്തേക്ക് തന്നെ കേരളത്തിലെ മതനിരപേക്ഷത ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മതസ്ഥരും അദ്ദേഹത്തിനെതിരെ വലിയൊരു പ്രതിഷേധം ഉണ്ടായി. അപ്പൊ ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ ഗവൺമെന്റിന് കേസെടുക്കാൻ യാതൊരു നിർവാഹം ഇല്ല എന്നതുകൊണ്ട് ഇപ്പൊ കേസെടുത്തിട്ടുണ്ട്. മനസ്സിലായ? അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അല്ലാതെ ഢാ പിണറായി ഢാ ഖണ്ഡ ഢാ എന്നാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ഇനി ആരും തള്ളി മറിച്ചിട്ട് വരണ്ട കേട്ടോ. ഇത് ഒരു കാരണവശാലും നിർവാഹമില്ലാത്തത് കൊണ്ട് ഇനി അങ്ങനെ കേസെടുക്കാതിരിക്കാൻ വല്ല വഴികളുണ്ടോ എന്ന് കൂലങ്കഷമായി പരിശോധിച്ചിട്ട് കിട്ടാത്തതിന്റെ പേരിൽ കേസെടുത്തതാ കേട്ടാ. അല്ലാതെ ഇനി അതിന് തള്ളി മറിച്ചിട്ട് ഉന്തി തള്ളി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അതിന് സോഷ്യൽ മീഡിയ അന്തം കമ്മികളോടാ പറയുന്നത്. കാരണം അങ്ങനെയാണല്ലോ നിങ്ങളെ പരിപാടി. ഏത് ഒരു വിഷയത്തിനകത്തും ഈ സംഘപരിവാർ മറുവശത്തുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കൂ. അവസാനം ജനങ്ങളെ പ്രതിഷേധത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി കേസെടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ പറയും, കണ്ടോ ഞങ്ങളിതാ പിണറായി RSSനെതിരെ എന്റെ പ്രതികൾക്കെതിരെ കേസെടുത്തടാ എന്ന് പറയുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നും വേണ്ട, ഒരു നിരപരാധിയായ ഒരു മനുഷ്യനെ വെട്ടിക്കൊന്നിട്ട് ഇത് ഞങ്ങളെ ഈ തിരൂരങ്ങളെ മലപ്പുറത്തുള്ള എന്നാലും കൊടിഞ്ഞി ഫൈസലല്ലേ വെട്ടിക്കൊന്നിട്ട് അതിനെതിരെ ശക്തമായിട്ടുള്ള വകുപ്പ് ചേർത്ത് കേസെടുക്കാൻ പോലും തയ്യാറാവാത്ത ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ്. മനസ്സിലായി? അവസാനം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലൊക്കെ സമരം ചെയ്യേണ്ടൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ മുമ്പിൽ നിൽക്കുന്ന സത്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരു പള്ളി കിടന്നുറങ്ങുന്ന ഒരു റിയാസ് മൗലവിയെ വെട്ടിക്കൊന്നിട്ട് ആ വെട്ടിക്കൊന്ന പ്രതികൾക്ക് നേരെ ശക്തമായിട്ടൊരു വകുപ്പ് ചേർത്തിട്ട് പോലും കേസെടുത്തിട്ടില്ല ഈ ഗവൺമെന്റ്. കാരണം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് RSS ചിന്താഗതി, RSSകാർ. അപ്പൊ അങ്ങനെ എടുക്കും. അവർ മാനസിക രോഗികളാക്കിയിട്ട് FIR ഇട്ട ഒരു ഗവൺമെന്റ് ആയത്. എന്നാൽ ചോദിക്കും, ഗവൺമെന്റ് ആണ് പോലീസുകാരുടെ കേസെടുക്കുന്നൊക്കെ ചോദിക്കും. പക്ഷെ പോലീസുകാർക്ക് അങ്ങനെ കേസെടുക്കാൻ കഴിയും. കാരണം ഇതിന്റെ മേലിൽ നിന്ന് ഉത്തരവ് വരും. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മുന്നോട്ട് പോകും. അങ്ങനെ ചരിത്രം കേരളത്തിനകത്തുള്ളൂ. മനസ്സിലാക്കിക്കോ കേട്ടാ. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ്, അതായത് സംഘികളെ ആസന്നം നക്കി സംഘി ഭരിക്കാത്ത, സംഘി ഗവൺമെന്റ് അല്ലാത്ത ഒരു ഇതര ഗവൺമെന്റ് സംഘികൾക്ക് വേണ്ടി വിടുവേല ചെയ്യുന്ന ഒരു നാണംകെട്ട ഗവൺമെന്റാണ് കേരളത്തിലെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. കാരണം പിന്നെ അത് മാത്രമല്ല, ഈ ദേശീയ തലത്തിലടക്കം തന്നെ ഈ വർഗീയത പ്രചരിപ്പിക്കാനുള്ള മരുന്നിട്ട് കൊടുക്കുന്ന ഒരു നാണംകെട്ട ഒരു പാർട്ടിയും കൂടിയാ ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ എല്ലാ വിഷയം എടുത്ത് പരിശോധിക്കണം. ഇപ്പൊ ലവ് ജിഹാദ് ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് ആരാത് പറഞ്ഞത്? ഇന്ത്യ രാജ്യത്ത് ഞാൻ പറഞ്ഞത് ആരാ പറഞ്ഞത്? സംഘി ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിനകത്ത് അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘിന്റെ മുഖ്യമന്ത്രി അല്ല പറഞ്ഞത്. ഇവിടുത്തെ വലിയ RSSനെ മൂക്കിൽ ഭരിക്കാനും RSSനെ അങ്ങ് ഇല്ലായ്മ ചെയ്യാനും ശ്രമിക്കുന്ന ഈ അങ്ങനെ പറഞ്ഞു നടക്കുന്ന ഈ നാണം കെട്ടവരാ VS അച്യുതാനന്ദൻ. കാരണം അത് നമ്മളാരും പറഞ്ഞതല്ല. ഉത്തർപ്രദേശിലുള്ള മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥോട് ഒരു ദേശീയ മാധ്യമ പ്രവർത്തകർ ഇന്റർവ്യൂക്കകത്ത് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, അത് ഞങ്ങളല്ല പറഞ്ഞത് കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റിന്റെ മുഖ്യമന്ത്രിയായ ഈ VS അച്യുതാനന്ദൻ പറഞ്ഞതാണ്. അപ്പൊ അദ്ദേഹം പറയുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങളത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇങ്ങനെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ തന്നെ ഇത് അറിയുന്നത്, ഇത് ഇവിടുന്നാ ഉൽപ്പാദിപ്പിച്ചെന്നുള്ള കാര്യം. അതും പോട്ടെ, ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമിയെ പറ്റിയും ഈ കേരളത്തിന്റെ ഈ നാണംകെട്ട ഗവൺമെന്റ്, ഈ നാണംകെട്ട്, കാരണം സംഘപരിവാറിനെ വലിക്കാൻ നടക്കുന്നതാണല്ലോ, പച്ച വർഗീയതയില് നാട് മുഴുവൻ പറഞ്ഞത് ഇലക്ഷനിൽ പരാജയപ്പെട്ടതിന്റെ പേരിൽ, ഇവറ്റകൾക്ക് വോട്ട് ചെയ്യാത്തതിന്റെ പേരിൽ അല്ലേ. എന്നിട്ട് അതിപ്പോ സംഘി പ്രൊഫൈൽ ഏറ്റെടുത്തത് എങ്ങനെയാ? ഉത്തരപ്രദേശ് സ്റ്റേറ്റിനകത്ത് ഇവര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ലേ അല്ലേ. അതും മാത്രമല്ല, ഈ നാണം കെട്ടവര് പറഞ്ഞതിന്റെ പേരിലാണല്ലോ ഇന്ത്യൻ പാർലമെന്റിനകത്ത് പോലും BJPക്കാർക്ക് പറയേണ്ടി വന്നത് കേരളം ഒരു ഭീകരവാദികളുടെ താവളമായി മാറിയെന്ന് പാർലമെന്റിനകത്ത്
ഒരു BJP എംപിക്ക് പ്രസംഗിക്കാനുള്ള ആ സാഹചര്യം ഒരുക്കി കൊടുത്തത് ഈ നാണം കെട്ട ഈ ഗവൺമെന്റ്, ഈ നാറുകളാ. ഞാൻ ആവർത്തിച്ച് പറയാ. കാരണം ഇവന്റെ ഒക്കെ കൂടെ നിൽക്കുന്ന കുറെ മാപ്പിള സഖാക്കന്മാരുണ്ടല്ലോ. ഞാനിത് പറയുമ്പോൾ മറ്റൊരുത്തരേക്ക് വ്യാഖ്യാനിക്കേണ്ട. കാരണം എന്താ, ഇവരെക്കാലവും കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും കോൺഗ്രസിനെയും RSS ചാപ്പ കുത്താൻ നടക്കുന്ന നാണം കെട്ട വർഗത്തിന്റെ എന്താ പറയേണ്ടത്, ഈ ഇരട്ടത്താപ്പിനെ പറ്റിയാണ് ഞാൻ ഇപ്പം പറയുന്നത്. അങ്ങനെ രാജ്യം മുഴുവൻ കേരളത്തിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കാൻ ഈ നാണം കെട്ടവരാണ് ആദ്യം മരുന്നിട്ട് കൊടുക്കുന്നത്. അത് സംഘപരിവാറിന്റെ പ്രൊഫൈൽ ഉത്തരേന്ത്യ സ്റ്റേറ്റിനകത്തുള്ളതൊക്കെ ഏറ്റുപിടിക്കുന്നേ ഉള്ളൂ കേട്ടാ. അത് ഇപ്പം പറഞ്ഞല്ലോ. ഇപ്പം ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു മഹാരാഷ്ട്രന്റെ മന്ത്രി പറഞ്ഞ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണ് അവിടുന്ന് വിജയിച്ച് കയറുന്നത്. അവൻ പറഞ്ഞപ്പോൾ ഇവിടെയുള്ള കുറെ മാധ്യമങ്ങളൊക്കെ മുണ്ടും പൊക്കി മറ്റേ സാമാനം പൊക്കി ചർച്ചക്കങ്ങിയത്. അവിടുത്തെ സംഖ്യ പറഞ്ഞില്ലേ, ഇവിടുത്തെ സംഖ്യ പറഞ്ഞില്ലേ, RSS ഇവിടെ വെറുപ്പിന്റെ RSS വെറുപ്പ് ഉത്പാദിപ്പിക്കുന്ന കാര്യം ഞങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെ പറയാൻ ആ സ്റ്റേറ്റ്മെന്റ് നടത്താൻ ആ മന്ത്രിക്ക് ആരാണ് വഴിമരുന്ന് ഇട്ട് കൊടുത്തത് എന്നതല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഞങ്ങളെ സ്റ്റേറ്റിലുള്ള ഈ പറയുന്ന മോഹനനും പിന്നെ ഒരു വിജയരാഘവൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, അവൻ പരാജയരാഘവനാണ്. കാരണം എവിടെ മത്സരിച്ചാലും ജനങ്ങൾ പുറങ്കാല് കൊണ്ട് തട്ടി പുറത്താക്കുന്ന ഒരുത്തനാണ്. പേര് വിജയരാഘവൻ എന്നായിരിക്കും, പക്ഷെ പരാജയരാഘവൻ എന്നാണ് അയാൾക്ക് കൂടുതൽ ആയിട്ട് ചേരുക പേര്. ആ പരാജയരാഘവൻ അടക്കം പറഞ്ഞത് കൊണ്ടാണ്, അത് ഏറ്റുപിടിച്ചിട്ടാണ് അവിടുത്തെ മന്ത്രിക്ക് പോലും പറയേണ്ടി വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വെക്കുന്നത്, RSSന് ഇതുപോലെ പറയാനുള്ള സാഹചര്യവും വഴിയും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള കാര്യം നിങ്ങൾ സാധാരണ മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന ജനങ്ങൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ നമുക്ക് RSSനെ എതിർക്കാം. കാരണം RSSന്റെയും BJPയുടെയും പ്രത്യയശാസ്ത്രം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അവർ നേർക്കുനേരെ വരുന്ന ശത്രുക്കളാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവറ്റകൾ ചെയ്യുന്നത് കൂടെ നിന്ന് കുതികാലി വെട്ടുക. ചതിയൻ. ഈ ചതിയന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. മനസ്സിലായ? അങ്ങനെ ഇവർ കൂടെ നിന്ന് ചതിക്കുന്നവർ, അവരെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു വെക്കുന്നു, ഇപ്പൊ PC ജോർജിന് എതിരെ കേസെടുത്തിട്ടുണ്ട്. ആ കേസെടുത്തത് ഇവരുടെ ഇതുകൊണ്ടല്ല, ജനങ്ങളുടെ പ്രതിഷേധം കൊണ്ടും അതിനപ്പുറത്തേക്ക് രാജ്യത്തിന്റെ ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ട ചില വസ്തുതകളുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പിന്നെ പഠിച്ചതിന് ശേഷം കേസെടുക്കാതെ യാതൊരു നിർവാഹമില്ല എന്ന് കണ്ടതിന്റെ പേരിലാണ് ഇപ്പൊ ആ പുള്ളിക്കെതിരെ കേസെടുത്തത്. ഈ വകുപ്പ് ഏതൊക്കെ ചേർത്തൊന്നും എനിക്കറിയില്ല. അതൊക്കെ നാളെ നമുക്ക് അതിന്റെ വിവരം കിട്ടും. കാരണം വെച്ചാൽ ഈ കേസെടുക്കുമ്പോഴും ഇവരുടെ ഉത്തരവുണ്ടാകും. മേലെന്നറിയാണ്ടൊന്നും പോലീസുകാർക്കിങ്ങനെ കേസെടുക്കത്തൊന്നുമില്ല. അപ്പൊ അത് പറഞ്ഞ് എന്നേ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കേസെടുത്തതിന്റെ പേരിൽ പിണറായി എടാ എന്നും പറഞ്ഞ് പൊക്കി പിടിച്ചിട്ട് ഇങ്ങോട്ട് തള്ളി മറിക്കാൻ വേണ്ടി ദയവ് ചെയ്തിട്ട് നിങ്ങൾ വരരുത് എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാനിതങ്ങ് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് നാഷണൽ കോൺഗ്രസ്.